1957 ലോകം മുഴുവൻ ഞെട്ടിയ ഒരു വാർത്ത കേരളത്തിൽ നിന്ന് പുറത്തു വന്നു. തോക്കെടുക്കാതെ വിപ്ലവം നടത്താതെ വെറും ബാലറ്റ് പേപ്പറിലൂടെ ലോകത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല അമേരിക്കയിലെ വൈറ്റ് ഹൗസിലും മണിമുഴങ്ങി. എന്തിനായിരുന്നു അമേരിക്കയ്ക്ക് ഇത്ര പേടി? വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. അന്ന് ലോകം ശീതയുദ്ധത്തിന് പിടിയിലായിരുന്നു. കമ്മ്യൂണിസം പടരുന്നത് തടയാൻ അമേരിക്ക ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന കാലം. ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചത് അമേരിക്ക കണ്ടത് തങ്ങളുടെ വലിയൊരു പരാജയമായിട്ടാണ്. ഈ ഗവൺമെന്റിനെ തകർക്കാൻ CIA നടത്തിയ രഹസ്യ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കേരളം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷൻ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷ നൽകി. 126 സീറ്റുകളിൽ 60 സീറ്റുകൾ നേടി അവർ ഏറ്റവും വലിയ പാർട്ടിയായി മാറി. സ്വതന്ത്രരുടെ പിന്തുണയോടെ EMS മുഖ്യമന്ത്രിയായി. അധികാരത്തിൽ വന്ന ഉടനെ അവർ കൊണ്ടുവന്ന 2 വിപ്ലവകരമായ മാറ്റങ്ങൾ: കാർഷിക പരിഷ്കരണവും പിന്നെ വിദ്യാഭ്യാസ ബില്ലും. ഇത് വലിയ ഭൂസ്വാമിമാരെയും ചില മത നേതൃത്വങ്ങളെയും ചൊടിപ്പിച്ചു. ഇവിടെയാണ് കഥയിലെ വില്ലൻ വരുന്നത്, CIA. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ത്യയിൽ മുഴുവൻ പടരും എന്ന് അമേരിക്ക പറയുന്നു. ഇതിനെതിരെ നടന്ന സമരമായിരുന്നു വിമോചന സമരം. പിൽക്കാലത്ത് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറായിരുന്ന ഡാനിയൽ പാട്രിക് മൊയ്നിയാൻ തന്നെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. CIA കേരളത്തിന്റെ വിമോചന സമരത്തിന് പണം നൽകി സഹായിച്ചിരുന്നു എന്ന്. ഗവൺമെന്റിനെതിരെ സമരം ശക്തമാക്കാൻ കർഷകർക്കും മതസംഘടനകൾക്കും പിന്നിൽ നിന്ന് CIA ഫണ്ടിംഗ് നടത്തി. കേരളത്തിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ നേരിട്ട് ഇടപെടുത്തിയ ഒരു കറുത്ത അധ്യായമായിരുന്നു അത്. സമരം കൊടുമ്പിരി കൊണ്ടതോടെ ക്രമസമാധാനം തകർന്നു എന്ന് കാരണം പറഞ്ഞ് 1959 നെഹ്റു ഗവൺമെന്റ് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. വെറും 28 മാസം മാത്രമേ ആ ഗവൺമെന്റിന് അധികാരത്തിൽ ഇരുന്നുള്ളൂ. പക്ഷേ ആ ചുരുങ്ങിയ കാലയളവിൽ അവർ തുടങ്ങിയ മാറ്റങ്ങളാണ് ഇന്നത്തെ കേരളത്തിന്റെ വികസനത്തിന് അടിത്തറ പാകിയത് എന്ന് ചരിത്രകാരന്മാർ ഇന്നും വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ ആ ആദ്യ ഇലക്ഷൻ വെറുമൊരു പ്രാദേശിക ഭരണമാറ്റമായിരുന്നില്ല. അത് ലോകശക്തികൾ തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഈ വിമോചന സമരം CIA ഇടപെടലും വലിയൊരു ചർച്ചാ വിഷയമാണ്. ഈ ചരിത്രം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? CIA ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കേരളം ഇന്നത്തേതിലും മാറുമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ടോപ്പിക്കുമായി.